മൈ ക്യൂട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് പോകാമെന്ന് വിചാരിച്ചു. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രൊഡക്റ്റീവ് അല്ല, എനിക്ക് ഹെയറിലൊക്കെ ഒന്ന് കളർ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഹെയർ ഒന്ന് കളർ ചെയ്തത്. പക്ഷേ എനിക്ക് കുറേ കളർ അടിക്കുന്നത് ഇഷ്ടമല്ല. സോ ഞാൻ കുറച്ച് ഹൈലൈറ്റ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഐ ചൂസ് ദ കാരമൽ, ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ എൻ്റെ ഹെയർ നല്ല ഫ്രിസി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഹെയർ കളർ ഇവരിങ്ങനെ അടിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ടെൻഷൻ എന്താണെന്നറിയോ, കുറേ കളറാവുന്നു. ബിക്കോസ് എനിക്കിങ്ങനെ കുറേ കളറാവുന്ന ഇഷ്ടമല്ല. എനിക്ക് ആ ഒരു നാച്ചുറൽ ഫീലും വരണം, എന്നാൽ കുറച്ചൊന്ന് ഹൈലൈറ്റ് അവിടെയും ഇവിടെയും ഒക്കെ ഒരു സൺലൈറ്റ് അടിക്കുമ്പോൾ ഒരു കളർ, അത്ര എനിക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വരുമോ എന്നതായിരുന്നു എൻ്റെ ഒരു ടെൻഷൻ. അങ്ങനെ ഫൈനലി ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനം തന്നെ കിട്ടി. എനിക്ക് ആ നാച്ചുറൽ ഹെയറിൻ്റെ ലുക്കും വേണം, എന്നാൽ വെയിലടിക്കുമ്പോൾ അവിടെ ഇവിടെയും ചെറുതായിട്ടൊരു കളറും വേണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതെനിക്ക് കിട്ടി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കുറേ കാലത്തിന് ശേഷം മീറ്റ് ചെയ്ത് ആൻഡ് വി വെൻ ഫോർ എ മൂവി. ഒരു രക്ഷയില്ല, കിട്ടിയില്ലേ റീലില് വൈറലായത്. ചോദിക്കുന്ന മോശമാണോ അത്? മറ്റേ തന്നെ ഇത് അത് ഞാൻ തന്നെ കോഴിക്കോടത്തെ മെയിൻ ബ്ലോഗർ. ഒരു റീലിന് എത്ര കോസ്റ്റ്? റീലിനോ പറ. പറയണമെന്നുണ്ട്, ഞാൻ ഫ്രീ ആയിട്ട് എടുത്തത്. കോൺഫിഡൻഷ്യൽ ആണോ? ഒരു കോൺഫിഡൻഷ്യൽ ഇല്ല. പറയൂ. തീർത്തിയാണ് എൻ്റെ മാനേജർ, തീർത്തിയാണ് നോക്കുന്നത് ഫുള്ള്. ഞാൻ ഈ കാശിനിട്ട് ഞാൻ അവിടെ പോയി പണിയെടുക്കുന്നേ ഉള്ളൂ. തീർത്ത് ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ വലിയ ബ്ലോഗർമാരൊക്കെ ഇങ്ങനെയാ, പൈസ ഒന്നും പറയത്തില്ല. സീരിയസ് ആയിട്ട് പറയാ, ഭയങ്കര ടെൻഷനാണ്. ഞാൻ ടെൻഷൻ സീരിയസ്, ഞാൻ പടത്തിന് വന്നിട്ട് ടെൻഷൻ റിലാക്സ് റെക്കോർഡ് ചെയ്യില്ല കേട്ടോ, ടെൻഷൻ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് ഭയങ്കര സ്ട്രെസ്സായി പോയി. പടത്തിന്റെ പേരെന്താണ്? കാട്ടാളൻ. അയ്യോ, പൊട്ടപ്പടം എനിക്ക് തീരെ ഇഷ്ടമായില്ല. വെച്ചാൽ ഞാൻ ഇതിന് സ്പോയിലർ ആക്കണ്ട, എന്നാലും എൻ്റെ അഭിപ്രായം പറയാം, എനിക്കിഷ്ടമായില്ല. ആകെ മൊത്തം വെടിയും പോകി, ഒരു കഥയില്ല, എനിക്കിഷ്ടമായില്ല. അടി വെടി ഒന്നും ഇവൾക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ പെണ്ണുങ്ങൾക്ക് തീരെ, പക്ഷെ ആണുങ്ങളാണെങ്കിൽ പോയി കണ്ടോട്ടോ. യൂട്യൂബിലെടുത്തോ? നമ്മള് ഗോകുലം മള്ളു വന്നതാ. അല്ല, ഞാൻ കുറച്ച് വോയിസ് ഓവർ സലൂണിൽ പോയപ്പോൾ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് അവിടുത്തത് വോയിസ് ഓവർ ആക്കും, ഇവിടുത്തത് പറയാം. നമ്മൾ ബീഫ് മന്തി ഓർഡർ ചെയ്തു, വെറുതെ രസം. നിങ്ങളിത് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. എൻ്റെ ക്ലോസ് ഫ്രണ്ട് കോഴിക്കോട്. റെക്കോർഡിംഗ് അല്ലേ, അവൾക്ക് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ അവള് വിളിക്കും, ആവശ്യത്തിന് മാത്രം. ഇന്നിപ്പോ സിനിമ ഞാൻ പൈന വിളിച്ചത് അല്ലല്ലോ, ഞാൻ കാണാൻ വേണ്ടി വിളിച്ചതാണ്. ആള് വലിയ ബ്ലോഗറൊക്കെ ബിസിയായി, നമ്മളെ മൈൻഡൊന്നും ഇല്ല, പുതിയ പാർട്ട്നേഴ്സൊക്കെ ആയി, ബിസിനസ് പാർട്ട്ണർ. ഞങ്ങളൊരു തോപത്തോപ് എടുത്തിട്ടുള്ളൊരു ബന്ധമാണ് ഞങ്ങൾ. ഫോൺ നോക്കട്ടെ. വ്ളോഗർ പുതിയ ഫോണൊക്കെ എടുത്ത് 17 Pro Max ഒക്കെ. അയ്യോ, ഇതിന്റെ ജോലിന്റെ ഭാഗമായിട്ടാണ്. ഇത് ലോണോ, ഇതിന്റെ അടച്ചു കഴിഞ്ഞില്ല. ഈ പൊട്ടി ഫോൺ വരെ ഞാൻ അടച്ചു കഴിഞ്ഞില്ല. 18 Pro Max ഇറങ്ങുമ്പോ എടുക്കുന്നില്ലേ? 18 Pro Max ഇറങ്ങുമ്പോ എന്താ നമുക്ക് ആവശ്യം എടുത്താൽ പോരെ? അപ്ഗ്രേഡ് ചെയ്യണ്ടേ ഞങ്ങള് വ്ളോഗർമാരൊക്കെ? എടുക്കേണോ? നിങ്ങൾ എന്തിനാ ഷുഗറാ കഴിക്കുന്നത്? തടി കുറയാലോ. പുതിയ സയൻസാ? കൊള്ളൂലേ ആ മുഖത്തിന്റെ എക്സ്പ്രഷൻ? വേണ്ട. ഫോട്ടോ എടുത്തേ. എന്നെ കാണുന്നില്ലല്ലോ. എന്താ എല്ലാം കാണും. ഞാൻ ഒന്നും കൂടി പറയട്ടെ, അത് നല്ല ഒറ്റ കൂടി പക്ഷെ അട കഴിക്കണ ഫീലല്ലേ? വട കഴിക്കുന്ന ഫീൽ ഉണ്ടാവും. കുറച്ച് കൂടുതൽ സോഫ്റ്റ്.
ജലദോഷമാണല്ലോ അല്ലേ? എങ്ങനെയുണ്ട് ഇവരെ? ഞാനിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് ഞാൻ കോഴിക്കോട് സ്റ്റേ ചെയ്യാണ്. അപ്പോൾ നിങ്ങളായിരിക്കും എൻ്റെ വീട് കോഴിക്കോടാണ്, പക്ഷേ എൻ്റെ വീട് കോഴിക്കോട് നല്ല ഉള്ളിലാണ്. സോ ഇവിടെ നിന്ന് ഇനിയും ട്രാവൽ ചെയ്ത് വീട്ടിൽ പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇനി അങ്ങോട്ട് ബസ്സില്ല. പിന്നെ എനിക്ക് നാളെ കോഴിക്കോട് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്, ഫ്രണ്ടിനെ കാണാനുണ്ട്, പിന്നെ വേറൊരു മൂവിക്ക് പോകാനുണ്ട്, അങ്ങനെ കുറച്ച് ചുമ്മാ അപ്പം എനിക്കിനി നാളെ ഇനിയും കോഴിക്കോടേക്ക് വരാൻ പറ്റത്തില്ല. സോ ഐ തോട്ട് ടു സ്റ്റേ ഹിയർ ടുഡേ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ലൈക്ക് ഒരു ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിൽ മുമ്പ് നിന്നിട്ടുണ്ട്, പക്ഷേ ഇത് ഹോസ്റ്റലല്ല, കൈൻഡ് ഓഫ് ഈ ക്യാപ്സ്യൂൾ റൂംസ് ഇല്ലേ, കണ്ടോ, ക്യൂട്ട്, എനിക്കിഷ്ടമായി. അപ്പോൾ ഇത് പെർ ഡേ 400 സംതിങ് എന്തോ ഉള്ളൂ. ഇതിപ്പോൾ ലേഡീസിൻ്റെ ഒരു ഏരിയ ആണ്, ഇവിടെ ലേഡീസ് മാത്രമേ ഉള്ളൂ, മെൻ വേറെയാണ്. എനിക്കിഷ്ടമായി, സോ ക്യൂട്ട്. അപ്പോൾ ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത്. കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് എവിടെയെങ്കിലും പുറത്തു പോകാം, എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നു. കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ എങ്ങനെയുള്ളത്. ഓക്കെ, കർട്ടൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ അത് എത്ര ഉള്ളൂ, പക്ഷേ ഭയങ്കര എസ്തെറ്റിക് ആൻഡ് ക്യൂട്ടായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. യെസ്. റൂമിലിരുന്ന് കുറച്ച് നേരം ബോറടിച്ചപ്പം ഐ തോട്ട് ടു ഗോ ഔട്ട് സൈഡ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മഴ വരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ കോഴിക്കോട് ബീച്ചിൽ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോഴിക്കോട് ബീച്ചിലെത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതായിരുന്നു. ഒടുക്കത്തെ തിരക്ക്. ഈ മെയിൻ ബീച്ചിൽ പെരുന്നാളിനുള്ള ആളുണ്ടായിരുന്നു. പൊതുവെ എന്ന് ഇവിടെ വന്നാലും ഭയങ്കര ആളാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് അത്ര ഇഷ്ടമല്ല, കാരണം ഞാൻ കുറച്ചുകൂടെ പീസിന് വേണ്ടിയിട്ടാണ് ബീച്ചിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ എനിക്കൊരു സുഖം കിട്ടില്ല. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് ബീച്ചിൽ കുറച്ച് പീസിന് വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ കുറച്ചുകൂടെ ആ മെയിൻ ബീച്ചിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയത് ആൾക്കാരുണ്ടാവില്ല, അവിടെ പോയിരിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ അവിടെ നിന്ന് 2 കല്ലുമ്മക്കായും കുറച്ച് കാടമുട്ടയും കഴിച്ച് കുറച്ച് നേരം ഞാൻ ആ നിലാവത്ത് ഇങ്ങനെ കടലിലോട്ട് നോക്കി കുറച്ച് നേരം ഞാൻ ആ ഒരു സോളോ വൈബ് ഞാൻ ആസ്വദിച്ചു. ആൻഡ് ഞാൻ പറയുകയാണെങ്കിൽ കോഴിക്കോട് ബീച്ചിൻ്റെ അത്രയും ആൾക്കാരുള്ള ഒരു ബീച്ച് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ ഫാമിലിക്കായിട്ട് വരുവാണെങ്കിൽ ദിസ് ഈസ് ഗുഡ്. പിന്നെ പിറ്റേ ദിവസം നല്ല മഴയായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ദിവസം പെരുമഴ, ഒരു ദിവസം നല്ല ചൂട്. അപ്പം ഞാൻ കടലാസ് കഫേയിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ ഇപ്പം കോഴിക്കോടേക്ക് വന്നതിന് ശേഷം ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യം, ഒരുപാട് നല്ല നല്ല സ്പോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ആംബിയൻസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡേറ്റിന് പോകാനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ പോയിട്ടിരിക്കാനാണെങ്കിലും നല്ല കഫേസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ആംബിയൻസ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഞാൻ ഇവിടുത്തെ മാക്ക് എസ്കലോപ്പ് എന്ന് പറയുന്ന ഒരു ഡിഷുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കടലാസ് കഫേയിൽ പോവുകയാണെങ്കിൽ ഡു ട്രൈ ഇറ്റ്, അടിപൊളി. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ കളർ നോക്കുമായിരുന്നു. ആസ് യു ക്യാൻ സീ കുറച്ച് അവിടെ ഇവിടെയും ഹൈലൈറ്റ്സ് ആയിട്ട് കിടക്കുന്നുണ്ട്, കണ്ടോ. ഇങ്ങനെ വെയിലത്തോട്ട് ആകുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി. ബിക്കോസ് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ബിക്കോസ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്കിതൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്നല്ല, അടുത്തൊന്നും അവിടെ സൂപ്പർ മാർക്കറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നു. പിന്നെ നിങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോഴേ എപ്പോഴും നോക്കണം, ലൈക്ക് എന്തെങ്കിലും ഓഫറുകളൊക്കെ അവിടെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഓഫറുകൾ കാണാതെ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ വെറുതെ നമ്മളെന്തിനാ അത്രയും പൈസ ചിലവാക്കുന്നത്. അപ്പോൾ എനിക്ക് പാസ്തയൊക്കെ ഭയങ്കര റേറ്റ് കുറവിൽ കിട്ടി.
ആക്ച്വലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല മഴക്കാറും മഴയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള ക്ലൗഡ്സ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ബീച്ചിൽ പോയി കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ SM സ്ട്രീറ്റിൽ വന്നു. SM സ്ട്രീറ്റ് കൂടെ ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോഴാണ് കുറേ പിള്ളേരെയും കൊണ്ടിട്ട് ഫാമിലീസ് വന്നിട്ടുണ്ട്. ബിക്കോസ് സ്കൂൾ തുറക്കാൻ പോവാണ്. പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു സമയമാകുമ്പോൾ ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്ക് വേണം, സ്കൂബിഡയുടെ ബാഗ് വേണമെന്നും പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ടൈം ആകുമ്പം ഞാനൊക്കെ അടി ഉണ്ടാക്കി ഇതുപോലെ ഷോപ്പിങ്ങിനൊക്കെ പോണത് ഞാൻ ഇന്നും ഓർക്കുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അതിലെ കൂടെ കാഴ്ചകളൊക്കെ കണ്ട്. പിന്നെ മഴ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ചൂടൊന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ. പിന്നെ ഞാനൊരു ബാഗ് എടുത്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഇതുപോലെ അവൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടൊരു ബാഗ് വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് നേരം അതിലേ നടന്ന് പിന്നെ നൈറ്റ് ഞാൻ ഒരു സാധനം കഴിച്ചു. ഇത് എന്താണ് നമ്മളുടെ പ്ലെയിൻ കല്ലുമക്കായ തന്നെ ജസ്റ്റ് സ്റ്റീം ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ചട്നിയൊക്കെ ആഡ് ചെയ്തിട്ട് ഉള്ളൊരു സാധനം. അതിൻ്റെ പേരെന്താണ്, പേര് ഞാൻ മറന്നുപോയി. മ്യൂസൽസ് പ്ലെയിൻ. ഇതിൻ്റെ കൂടെ ഓയിസ്റ്ററൊക്കെ ആ കടയിലുണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിച്ചില്ല. എനിക്കിപ്പം അത് കഴിക്കാൻ തോന്നിയില്ല. പിന്നെ ഒരു ബർഗർ ഓർഡർ ചെയ്തു. ഞാൻ അങ്ങനെ കഴിച്ചില്ല, എൻ്റെ ഫ്രണ്ട് കഴിച്ചു. ഞാൻ അങ്ങനെ ഭയങ്കര ഒരു ബർഗർ ഫാനല്ല. എന്താണെന്ന് വെച്ചാൽ ബർഗർ ഫസ്റ്റ് ഓഫ് ഓൾ അത്രയും വലുതാണ്. അപ്പോൾ ഇത് വായിലേക്ക് വെക്കുമ്പോഴത്തേക്ക് എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ പോയി മുഖത്തൊക്കെ നാശമായി. എനിക്കെന്തോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വല്ലപ്പോഴുമാണ് ഞാൻ ഒരു ബർഗർ കഴിക്കുക. എനിക്ക് ബർഗർ കഴിക്കാനുള്ള ത്വര വരുന്നത് വളരെ വളരെ കുറവാണ്. ആൻഡ് അങ്ങനെ ബർഗറൊക്കെ കഴിച്ച് ഞാൻ തിരിച്ച് റൂമിൽ പോയി. ആൻഡ് നാളെ ഞാൻ തിരിച്ച് വീട്ടിൽ പോവാം. ഇന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ബസ്സുണ്ട്. അപ്പോൾ എനിക്ക് ഇതുവരെ സത്യം പറഞ്ഞാൽ ഓൺ വോയിസിലൊന്നും പറയാനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല. ആൻഡ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, ഞാൻ ആൾക്കാർ കാണുമ്പോൾ കുറച്ച് ഓക്വേർഡാവും. അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ബീച്ചിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവിടെ എന്താ അലീക്കൻ്റെ പിസ്ത ജ്യൂസ് അങ്ങനെ എന്തുകൊണ്ട് ഭയങ്കര ഫേമസ് ആണെന്നാണ് എൻ്റെ ഫ്രണ്ട്. സോ ഐ തോട്ട് ടു ഗോ ദെയർ. അപ്പോൾ ഇവിടെ വന്നയാ എനിക്ക് കാണിച്ചു തരാൻ എങ്ങനെയുണ്ട്. ആക്ച്വലി പോകാൻ പ്ലാൻ ചെയ്തത് ആലിക്കാൻ്റെ പിസ്താക്കടയിലാണെങ്കിൽ നമ്മൾ കുടിച്ചത് ഈ പിസ്ത ജ്യൂസ് കുടിച്ചത് ഈ കോഴിക്കോട് പിസ്താക്കട എന്നാണ്. പക്ഷേ ഇവിടെയാണ് നല്ലതെന്നാവും പറഞ്ഞു. ആൻഡ് ഞാൻ എപ്പോഴും ഏതൊരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഏതൊരു വീട്ടുകൂടലിന് എവിടെ പോകുമ്പോഴും ഞാൻ ആദ്യം നോക്കുന്നത് അറിയും വെൽക്കം ഡ്രിങ്ക് ഏതാണെന്ന്. എനിക്ക് ഈ പിസ്ത ചില കല്യാണ വീട്ടിലൊക്കെ പിസ്ത ഡ്രിങ്ക് ഇങ്ങനെ തരും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഈ പിസ്തയും ഇതൊക്കെ കൂടി ഇങ്ങനെ ഇട്ടിട്ട് കസ്കസൊക്കെ ഇട്ടുള്ള സാധനമില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് വരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോച്ച് കഫേയിൽ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല എസ്തറ്റിക് സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കാനാണെങ്കിലും ഒക്കെ ഫുഡ് കഴിക്കാനാണെങ്കിലും ഒക്കെ തന്നെ ഇപ്പോൾ കോഴിക്കോട് ഒരുപാട് നല്ല നല്ല സ്പോട്ട്സ് ഉണ്ട്. ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് നല്ല നല്ല കഫേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് വരാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫുഡായിരുന്നു, എനിക്ക് ഇഷ്ടമായി. ആൻഡ് അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഇതൊക്കെയാണ് ഞാൻ കോഴിക്കോട് പോയിട്ട് ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം രഞ്ജിമ AR. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഗൈസ്.